ഹലോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബുള്ളറ്റ് ജേർണലാട്ടോ. അതായത് ഡിസംബറൊക്കെ ആവാനായല്ലോ. അപ്പം ആദ്യത്തെ ഒരു ബുള്ളറ്റ് ജേർണലാണ്. ഞാൻ നവംബറത്തെ കുറേ വൈകിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ്. പിന്നെ ഇത് വരച്ചിട്ടല്ല കേട്ടോ ചെയ്യണത്. ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാട്ടോ. പിൻട്രസ്റ്റിൽ പോയിട്ട് കുറച്ച് സ്റ്റിക്കറുകളൊക്കെ ഡൗൺലോഡ് ആക്കിയിട്ട് അങ്ങനെ അത് പ്രിൻ്റ് എടുത്തിട്ടാണ് ചെയ്യണത്. അങ്ങനെ എഴുതാനുള്ളത് ഞാൻ മുന്നേ പെൻസിൽ വെച്ചിട്ടൊന്ന് എഴുതിയിട്ടുണ്ടായിനി. പിന്നെ ഞാൻ അതിൻ്റെ മേലെ കൂടെ ഒരു ബ്ലാക്ക് പെന്ന് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡിസംബർ എന്നുള്ളത് ഒന്ന് എഴുതി കൊടുത്തിട്ടോ. പിന്നെ ആ ഒട്ടിച്ച ചിത്രത്തിന് മുകൾ കൂടെ ആയിട്ട് ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിനോട് തന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരക്കണതും നമ്മള് പ്രിന്റ് എടുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണത് ഒരു വേറെയാണല്ലോ. അപ്പൊ ഞാൻ കരുതി സ്റ്റിക്കർ ഒട്ടിക്കുക, അതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചതാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ ചെയ്യുന്നത് കലണ്ടറാണ് കേട്ടോ. അതിന് ഞാൻ കുറച്ച് 2-3 സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ റെഡ് കളറിനോട് നമ്മളെ ദിവസങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച്, അങ്ങനെ സൺഡേ മൺഡേ അങ്ങനെ എഴുതി വെച്ച്. പിന്നെ ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ എല്ലാ ഡേറ്റും ഇങ്ങനെ എഴുതി വെച്ചിട്ടോ ചെയ്തത്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിക്കറിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ബ്ലാക്ക് മഷി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഡിസംബറിലെ ക്രിസ്മസ് ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു തീം എടുത്തിട്ടാട്ടോ ഞാൻ ഈ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്യുന്നത് ഈ ഓർഡറിന്റെ കാര്യങ്ങളുണ്ടാവില്ല, അതാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അത് ഞാൻ മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പെൻസിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു സാന്റാക്ലോസിന്റെ ഒരു ചിത്രവും പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാവുമല്ലോ, അതും അടിയിലൊരു സൈഡിലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഓർഡർ എഴുതിയിട്ടുണ്ടല്ലോ, അതായത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വർക്ക് കിട്ടണതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ അതിന്റെ മുകളിൽ കൂടെയാണ് ഈ പെന്ന് വെച്ചിട്ട് ഒന്ന് കട്ടിയിലാക്കി എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ട്രീന്റെ മേലെ കൂടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോ നമ്മള് വരച്ച പോലെയൊക്കെ തോന്നിട്ട് കണ്ടാല്. പിന്നെ നെക്സ്റ്റ് പേജിലെ ഗോൾസ് എഴുതിയിട്ട് ഒരു ഗേളിന്റെ ചിത്രം, അടിയിലായിട്ട് ഒരു ടെലിഫോണിന്റെ ആ ഒരു ഇതുണ്ടല്ലോ റെഡ് കളറിൽ വരുന്നത്, അതും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ട് വരച്ചിട്ട് ബ്ലാക്ക് മഷീനോട് റൗണ്ട് വരച്ചിട്ട് അതിന്റെ ഉള്ളിലായിട്ട് റെഡ് കളറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഓരോ പോയിന്റുകളാക്കിയിട്ട് നമുക്ക് വേണ്ടിയത് എഴുതാണ്ടാവുമല്ലോ, ഓരോ ഗോൾസ് എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ ഒരു പോയിന്റ് ആക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു റെഡ് റൗണ്ട് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഞാൻ കുറേ പേജസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുമല്ലോ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല. ജസ്റ്റ് ഞമ്മക്ക് കഴിയണത് മാത്രം, അത് മാത്രമായിട്ട് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ ഒരു വീടിന്റെ ചിത്രം എടുത്തിട്ട് ആ ഒരു ട്രെയിനിന്റെ അവിടെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നമ്മൾ ഈ ഒരു കുഞ്ഞു ചാനൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ.